ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിനെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവിന്റെ സ്നേഹം സ്വീകരിക്കുന്നതിൽ മാത്രം നാം ഒതുങ്ങരുത്. എന്നാൽ നാം കർത്താവിനെ സ്നേഹിക്കുകയും അവനെ ബഹുമാനിക്കുകയും വേണം. അവനെ സ്തുതിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. വിശുദ്ധ ഗ്രന്ഥം വെളിപ്പാട് 1-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ക്രിസ്തുമതം സ്നേഹത്തിന്റെ മതമാണ്. ദൈവസ്നേഹം ആസ്വദിക്കുന്നത് മതമല്ല, മറിച്ച് ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങണം. ക്രിസ്തുവിന്റെ സ്നേഹം സ്വീകരിക്കാനും അത് ലോകത്തിന് വെളിപ്പെടുത്താനും വേണ്ടിയാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പുരുഷന്മാർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. അവരുടെ ശാരീരിക അഭിലാഷങ്ങളോട് സ്നേഹം നിമിത്തം അവർ പലതരം ഭക്ഷണം പൂർണ്ണമായും കഴിക്കുന്നു. സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നവർ വേറെയുമുണ്ട്. എന്നാൽ നമ്മുടെ പ്രഥമവും പൂർണ്ണവുമായ സ്നേഹം കർത്താവിന് നൽകണം. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അവൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. അവൻ നമ്മെ തേടി വന്ന് കെട്ടിപ്പിടിച്ചു. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം പോലും അവൻ നൽകി. പിന്നെ എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കും? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവ സ്നേഹമാണെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഇത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി സ്നേഹമാണ് ദൈവമെന്ന് പറയുന്ന ചിലരുണ്ട്. സ്നേഹം ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ആ സ്നേഹം ദൈവത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുകുന്നു. ദൈവം സ്നേഹമാണ്. അവൻ എല്ലാം സ്നേഹത്താൽ സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ സ്നേഹം കൊണ്ടാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലകളും കുന്നുകളും വായുവും ഇവയെല്ലാം തന്നെ. ഒരു ക്രിസ്ത്യാനിയിൽ ദൈവസ്നേഹമില്ലെങ്കിൽ അയാൾക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക അധ്യായം എഴുതിയത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയേ എന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധ്യായം ആരംഭിക്കുന്നത്. കർത്താവ് ചില ആളുകൾക്ക് ആത്മീയ ദാനങ്ങളും ശക്തികളും നൽകുകയും അവരിലൂടെ മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കരിക്കുകയും അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. എന്നാൽ സ്നേഹമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവമക്കളെ, ദൈവസ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉയർന്നു വരുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ സഭയിലും നിങ്ങളുടെ ശുശ്രൂഷയിലും സ്നേഹമില്ലാത്ത ക്രിസ്തുമതം ക്രിസ്തുമതമല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 2 ശമൂവേൽ 12-13 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 16-ാം അധ്യായം. ആമേൻ.